ഹലോ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേരൻസിനെല്ലാം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം വേറൊന്നുമല്ല, 2 മാസത്തെ വെക്കേഷന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പൊന്നൂട്ടി ഇൻട്രോ ഒക്കെ പറയാണ്, ഹലോ ഗേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുവാണ്. ഇന്നലെ രാത്രി തന്നെ ഞാൻ പറഞ്ഞിരുന്നു രാവിലെ എഴുന്നേക്കണം, 6:30 എഴുന്നേക്കണം, ഫുഡ് കഴിക്കണം, കുളിക്കണം, സുന്ദരി കുട്ടിയായിട്ട് വേണം സ്കൂളിൽ പോകാനെന്നൊക്കെ പറഞ്ഞ് ഇന്ന് എന്തായാലും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വലിയ മടിയൊന്നും ഇല്ലാതെ എഴുന്നേറ്റു, ഫുഡൊക്കെ ഒന്ന് കഴിച്ചു, കുളിച്ചു, എല്ലാം ചെയ്തിട്ട് നിൽക്കുവാണ്. പുതിയ യൂണിഫോമാണ്. കഴിഞ്ഞ വർഷം അവർക്ക് ബ്ലൂ യൂണിഫോം ആയിരുന്നു, ഇപ്പോൾ അത് മാറി ഗ്രീൻ യൂണിഫോം ആയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഇറങ്ങിയേക്കുവാണ്. ബാഗൊക്കെ പഴയതാണ്, ബാക്കി മാല, സ്ലൈഡ് എല്ലാം പുതിയതാണ്. അതൊക്കെയാണ് ഈ കാണിക്കുന്നത്. ബാഗ് കഴിഞ്ഞ വർഷത്തെ ബാഗാണിത്. ഇതിന് ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ വർഷം ബാഗ് മേടിച്ച് കൊടുത്തില്ല. വാട്ടർ ബോട്ടിൽ മാത്രമേ വാങ്ങിക്കേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ വീട്ടിൽ നിന്നുള്ള കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പൊന്നൂട്ടിയെ കൊണ്ട് സ്കൂളിലോട്ട് പോയി കേട്ടോ. സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും പൊന്നൂട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അതിഥിയെ കണ്ട് അവളെ കണ്ടപ്പോഴേ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു ഉമ്മയൊന്നും കൊടുക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും കോവിഡൊക്കെയാണെന്ന് പറഞ്ഞ്. ഇവർ 3 പേരുമാണ് ഫ്രണ്ട്സ്. ഇത് അതിഥിയാണ്. അതിഥിയും ശ്രീനിധിയും ഭദ്രയെന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടെ ഉണ്ട്. അവൾ വന്നിട്ടില്ല. അവർ 3 പേരുമാണ് ഫ്രണ്ട്സ്. കഴിഞ്ഞ വർഷം ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് ഇവർ 3 പേരും ഇത്ര ഫ്രണ്ട്സ് ആയത്. ഇവർ 3 പേരെയും ടീച്ചർ അവസാനം സഖി കെട്ട് സ്ഥലം മാറ്റി 3 സ്ഥലത്താക്കി ഇരുത്തി. കാരണം ഫുൾ ടൈം സംസാരമാണ്. ടീച്ചർ പറയുന്ന കണക്ക് ഇവരെന്തിനാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ സംസാരിക്കുന്നതെന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെ സ്കൂളിലൊക്കെ ചെന്നിട്ട് കറക്റ്റ് 9 മണിയായപ്പോൾ തന്നെ അവിടെ അസംബ്ലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് LKG കുട്ടികൾ, പുതിയ കുട്ടികൾ വരുവാണ്. അല്ലാതെ വേറെ പല ക്ലാസ്സിലേക്കുള്ള പുതിയ അഡ്മിഷൻസൊക്കെ ഒത്തിരി ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള വെൽക്കം ഡാൻസ് നടക്കുവാണ്. കഴിഞ്ഞ വർഷം ഈ വെൽക്കം ഡാൻസ് ഒന്നും ഇല്ലായിരുന്നു. ഈ വർഷം പുതിയ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഗസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ട്. ഫാദറും ഈ സ്കൂളിൽ തന്നെ പഠിച്ചൊരു അഡ്വക്കേറ്റ് പുള്ളിയായിരുന്നു ഈ വർഷത്തെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. അതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് വെൽക്കം ഡാൻസാണ്. ഇത് കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികൾ LKGയിലൊക്കെ വന്ന് കുഞ്ഞു കുട്ടികൾ കരച്ചിൽ രാവിലെ നമ്മൾ ചെന്നപ്പോൾ തൊട്ട് സ്കൂളിൽ കേൾക്കുന്നത് ഫുള്ള് കരച്ചിലാണ്. അവരെ KG സെക്ഷനിൽ കരച്ചിൽ, ടീച്ചർ എടുത്തുകൊണ്ട് നിൽക്കുന്നു, ആൻറ്റിമാരെടുത്തുകൊണ്ട് നിൽക്കുന്നു, പേരൻസ് എടുത്തുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കര വിളിയെന്ന് വെച്ചാൽ ഇത്രയും ദിവസം ചിലപ്പം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതൊക്കെ സമയമായിരിക്കും. അവരെ രാവിലെ കുത്തി ഉണർത്തി കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് വന്ന് പഠിക്കാൻ കൊണ്ടുവന്നെങ്കിലേ ഭയങ്കര കരച്ചിലാണ് കുട്ടികളെല്ലാം. ഞാൻ അവിടെ നിന്നപ്പോൾ 2 വർഷം മുന്നേ പൊന്നൂട്ടിയെ കൊണ്ടാക്കാൻ പോയതാണ് ഓർത്തത് കേട്ടോ. അന്ന് പൊന്നൂട്ടിയുടെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അന്ന് ആ വർഷം അവിടെ പ്ലേ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടാക്കിയതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ അവർ പറഞ്ഞ് കുട്ടികളില്ലാത്തതുകൊണ്ട് പ്ലേ ക്ലാസ് ഓപ്പൺ ആയിട്ടില്ല, ഓഗസ്റ്റിൽ ചിലപ്പോൾ ഓപ്പൺ ആവും, എന്തായാലും LKGയിൽ ഇരുത്താൻ പറഞ്ഞ് LKGയിൽ ഇരുത്തിയതാണ്. അന്ന് 3 വയസ്സ് കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അങ്കൻവാടിയിലൊന്നും പോയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പനി, ശ്വാസം മുട്ടൊക്കെ ആയ ശേഷം കുറച്ച് നാൾ പോയില്ല. അങ്ങനെയൊക്കെ ആ വർഷം അങ്ങ് പോയി. പിന്നെ കഴിഞ്ഞ വർഷം അതുകൊണ്ടാണ് ഒന്നുകൂടെ LKGയിൽ ഇരുത്തിയത്. കഴിഞ്ഞ വർഷമായിരുന്നു കറക്റ്റായിട്ട് അവർക്ക് LKG ഇരിക്കാനുള്ള ഏജ് ആയത്. അങ്ങനെ കഴിഞ്ഞ വർഷം LKG ഇരുത്തി. അങ്ങനെ 2 വർഷത്തെ LKG പഠനത്തിന് ശേഷമാണ് ഇപ്പോൾ UKGയിലോട്ട് പൊന്നൂട്ടിക്ക് പ്രൊമോഷൻ കിട്ടിയേക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ടീച്ചറായിരുന്നു അവളെ ബെസ്റ്റ് ടീച്ചർ കേട്ടോ, വീണ മിസ്. പിന്നെ UKGയിലെ മിസ്സിന് കഴിഞ്ഞ വർഷമൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ അവസാനമൊക്കെ ആയപ്പോൾ ആ മിസ്സിനെയും പേടിയൊന്നുമില്ല, ബിജി മിസ്സിനെയും പേടിയൊന്നുമില്ല. ഇനി എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബിജി മിസ് അടിക്കും, വഴക്ക് പറയും, ഫുഡ് കഴിക്കണം, നല്ലപോലെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പേടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അസംബ്ലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ട്, അതാണൊരു പേടി. ഞാൻ പൊന്നൂട്ടിയിൽ നിന്ന് രാവിലെ കുളിപ്പിച്ചു. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് രാവിലെ ഒന്നും കുളിപ്പിക്കാറില്ല. എന്ന് തലയൊക്കെ കുളിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. എങ്ങനെയെന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അവരവിടെ അങ്ങ് ഇരുത്തും. എല്ലാ പ്രോഗ്രാംസിനും അങ്ങനെയാണ്. കുറേ നേരം വെയിലൊക്കെ ആകുമ്പോൾ അവിടെ അങ്ങ് ഇരുത്തും. പിന്നെ ഇന്നലെ മഴയില്ലായിരുന്നു, മെനഞ്ഞാന്ന് വരെ നല്ല മഴയായിരുന്നു. എന്തായാലും ഇന്നലെ നല്ല മഴ തോർന്ന് നിൽക്കുമായിരുന്നു. ഇന്ന് ഇതുവരെയും തോർന്ന് നിൽക്കുവാണ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം അറിയാൻ വയ്യ. കുറേ നേരം കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാം അവിടെ ഇരുത്തി. പുതിയ LKGയിലോട്ടും മറ്റ് ക്ലാസ്സുകളിലോട്ടും വന്ന കുട്ടികളെല്ലാം അവിടെ സ്വീകരിക്കുകയാണ്. ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് സ്വീകരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പൊന്നൂട്ടി പറഞ്ഞ് അമ്മ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് പൊന്നൂട്ടിയൊക്കെ പഴയതാണ്, പുതിയതായിട്ട് വന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടെ ഗിഫ്റ്റുള്ളൂ, നിങ്ങൾക്ക് എല്ലാ വർഷവും ഗിഫ്റ്റൊന്നും തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെച്ചേക്കുവാണ്. പൊന്നൂട്ടിയും അതിഥിയും വിചാരിച്ച് ഇത് LKGക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞ് അടുത്തായിട്ട് ഇവരെ വിളിക്കുമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് അവരെ ലൈനായിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുപോവാണ്. അതാണ്ട് പൊന്നൂട്ടിയും ഫ്രണ്ട്സുമാണ് ഈ പോണത്. ഈ 3 പേരാണ് ഫ്രണ്ട്സ്. ഇവരെന്തായാലും ഈ വർഷം ടീച്ചർ മാറ്റിയിരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിലെത്തി കേട്ടോ. ക്ലാസ്സിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് ലഡുവൊക്കെ കൊടുത്തു. പൊന്നൂട്ടിക്ക് സാധാരണ വീട്ടിൽ ലഡു കഴിക്കുന്നതല്ല, ഇന്ന് എന്തായാലും ലഡുവൊക്കെ കഴിച്ച് നേരെ 3 പേരും കൂടെ ചെന്നിരുന്നത് ബാക്ക് ബെഞ്ചിലാണ് കേട്ടോ. അവിടെ ചെന്നിരുന്നത് നമ്മളെ ആരെയും ശ്രദ്ധിക്കുന്നില്ല. പേരൻസൊക്കെ പുറത്ത് നിൽക്കുകയായിരുന്നു. ആരെയും ശ്രദ്ധിക്കാതെ 3 പേരും കൂടെ അങ്ങ് സംസാരം തുടങ്ങി. എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. അവർ പുതിയ ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ആകെ ബഹളം തന്നെ. അങ്ങനെ ടീച്ചർ നാളെ തൊട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും എല്ലാ ബുക്കും പുസ്തകവും എല്ലാം കവർ ചെയ്ത് കൊണ്ടുവരണം, ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പുതിയൊരു വർഷത്തിലേക്ക് അവരെ സ്വീകരിച്ചിരിക്കുകയാണ്.
ബാക്കി എല്ലാ കുട്ടികളും ഒരുവിധം കുഴപ്പമില്ലാതെ അവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇവർ 3 പേരുമാണ് അവിടുത്തെ പ്രശ്നം മൊത്തം എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷം അത് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 3 പേർ കൂടെ ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് വീഡിയോയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കലെന്ന് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലോട്ടൊക്കെ വന്നപ്പോൾ ഭയങ്കര മഴ. മെനഞ്ഞാന്നത്തെ കാറ്റിനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഏകദേശമൊക്കെ വീഴാറായി നിൽക്കുവാണ്. ഭയങ്കര കാറ്റും മഴയും. ഇത് കഴിഞ്ഞിട്ട് കടക്കിലോട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. നടക്കുമോ എന്നറിയത്തില്ല. ഫൈനലി നമ്മുടെ ക്രിസ്മസ് ട്രീ നിലം പതിച്ചിരിക്കുന്നു ഗെയ്സ്. അത് വീഴുമെന്ന് എന്തായാലും അറിയായിരുന്നു. പക്ഷേ ഒരു വിഷമം ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. പിന്നെ എന്തായാലും ഇത് ഞങ്ങൾ വെട്ടിക്കളയായിരുന്നതാണ്. മതിലിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു മതിൽ പൊട്ടും. അന്നത് കൊണ്ട് പാലുകാച്ചിൻ്റെ സമയത്ത് ഏട്ട കൊണ്ട് വെച്ചപ്പോഴേ ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്നു ഇത് മാറ്റി കളയണം, ഇല്ലെങ്കിൽ മതിൽ പൊട്ടുമെന്ന് പറഞ്ഞിരുന്നു. വേറെ 2 പാം ട്രീയും അതിൻ്റെ 2 സൈഡിലായിട്ട് ഉണ്ടായിരുന്നു. അതിങ്ങനെ വളർന്നു വന്നപ്പം അതിൻ്റെ വേര് കൊണ്ടിട്ട് മതിൽ പൊട്ടാൻ തുടങ്ങിയപ്പോൾ അത് 2 വെട്ടിക്കളഞ്ഞു. അത് 3 കൂടെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ കടക്കിലോട്ട് പോകേണ്ടത് ഒരു അർജൻറ്റായിരുന്നു. അവിടെ വീട്ടിൽ കടക്കലത്തെ വീട്ടിൽ ഇന്നലത്തെ കാറ്റത്ത് റബ്ബർ വീടെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് അതെങ്ങനെയെന്ന് ഒരു സമാധാനം അമ്മയ്ക്ക് വിട്ടില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ അപ്പച്ചിയുടെ വീട്ടിൽ വന്ന് കയറി. കുറേ നാളായി, ഒരു 3-4 മാസമായിട്ടുണ്ട് ചേച്ചിയൊക്കെ കണ്ടിട്ട്. അങ്ങോട്ട് പോയപ്പോൾ തക്കുടും അവിടെ ഇല്ലായിരുന്നു, കുഞ്ഞും അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞുവിനെയും കണ്ടിട്ട് കുറേ നാളായി. ഇപ്പോൾ എറണാകുളത്തൊക്കെ നിന്ന് പഠിക്കുന്നുണ്ട്. അവനെയും കണ്ടിട്ട് കുറേ നാളായി. ചേച്ചി ഞങ്ങളെയും പൊന്നൂട്ടിയെ കണ്ടിട്ട് 3-4 മാസമായി. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒത്തിരി നാളായിരുന്നു. പൊന്നൂട്ടിയെ പിന്നെ വന്ന് കണ്ട് അവൻ അങ്ങോട്ട് എടുക്കാൻ നേരത്ത് പൊന്നൂട്ടി അങ്ങ് കുഞ്ഞാവേ. 5.5 വയസ്സുണ്ടെങ്കിലും ചില സമയത്ത് പൊന്നൂട്ടി ഭയങ്കര കുഞ്ഞാവയാണ്. അവളെ ലാളിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പൊടി കുഞ്ഞാണ് അവൾ. ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞ ചേച്ചി പണ്ടത്തെ പൊന്നൂട്ടിയൊന്നുമല്ല, 5.5 വയസ്സായി, 6 വയസ്സാവാൻ ഇനി മാസങ്ങളേ ഉള്ളൂ, എവളെ ഇനി അധികം ലാളിക്കരുതെന്ന് പറഞ്ഞേട്ടാ. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അവിടെ എന്തായാലും ഞങ്ങളുടെ റബ്ബറല്ല വീണത്, തൊട്ട് താഴത്തെ റബ്ബറാണ്. അവർ തന്നെ ആളിനെയൊക്കെ നിർത്തി എല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് തേക്കിൻ്റെ കമ്പ് വീണിട്ട് സർവീസ് വയറെല്ലാം പൊട്ടിക്കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയില്ല. കറണ്ടില്ല, എങ്ങും കറണ്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വന്നു. ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഊണിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ്. ഇത് നമ്മുടെ കിളിമാനൂർ ഓപ്പണായ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റാണ്. അടിപൊളിയാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കൊട്ടാരക്കര പോണ വഴിക്ക് കാരേറ്റ് കഴിഞ്ഞ് പെരിന്തമൺ എന്ന സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അങ്ങ് കിളിമാനൂർ എത്തണ്ട, നല്ല അടിപൊളി വൈബാണ്. ഒരു 20 ഡേയ്സൊക്കെ ആയിട്ടുള്ളൂ ഇത് ഓപ്പൺ ആയിട്ട്. ഇത് ഓപ്പൺ ആയപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതിൻ്റെ പ്രൊമോഷൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേജ് ഞാൻ എപ്പോഴോ കണ്ട് ഞാൻ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു വൈകിട്ടൊക്കെ പോയിട്ട് ഒരു വ്ളോഗൊക്കെ എടുക്കുക, ഫുഡൊക്കെ കഴിച്ചിട്ട് വ്ളോഗൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വയ്യ, ഏട്ടനോ ഉണ്ടെക്കൊണ്ടൊക്കെ വന്നിട്ടാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയായിരുന്നു. ഇത് കണ്ടോ, ഇത് ബാഹുബലി ദോശ അവർ സെർവ് ചെയ്യണം. ഒരു 6-7 പേർക്ക് കഴിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബാഹുബലി ദോശ അവർ സെർവ് ചെയ്യുമ്പോഴത്തേനും ആകെ ഒരു മണിമുഴക്കമൊക്കെയാണ് കേട്ടോ. ഞങ്ങളവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ആകെ ഒരു അമ്പലത്തിലെ കണക്ക് ആകെ മണിയടി ബഹളം. നോക്കിയപ്പോഴാണ് ഈ ബാഹുബലി ദോശ കൊണ്ടുവരുന്നത്. ഒരാളിങ്ങനെ കൊണ്ടുവരും, തൊട്ടപ്പുറത്തൂടെ ഒരാൾ മണിയൊക്കെ അടിച്ച് വരും. അത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് അവരതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കാനായിട്ടാണ്. അമ്മയ്ക്കും എനിക്കും ഓപ്പൺ മസാല ദോശയും പൊന്നൂട്ടിക്ക് നെയ്റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. ഓപ്പൺ മസാല ദോശ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും കഴിക്കുന്നതും. ഞാൻ വിചാരിച്ച് നമ്മുടെ സാധാ മസാല ദോശ ഓപ്പൺ ആക്കി തരുമായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പൊന്നൂട്ടിക്ക് നെയ്റോസ്റ്റ് മതിയെന്ന് പറഞ്ഞ് പൊന്നൂട്ടിക്ക് നെയ്റോസ്റ്റൊക്കെ ഓർഡർ ചെയ്ത്. പക്ഷേ ഈ ഓപ്പൺ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ പായസം ഉണ്ടായിരുന്നു, കേസരി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എനിക്കിഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ആ ടേസ്റ്റൊന്നും, അമ്മയ്ക്ക് സ്ഥിരമായിട്ടുള്ള നമ്മുടെ വീട്ടിലെ ദോശയുടെയൊക്കെ ടേസ്റ്റ് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. എനിക്ക് പക്ഷേ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. അവിടുത്തെ ആംബിയൻസ് വരെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ഈ പരിസരത്തൊന്നും ഇത്രയും നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇല്ല, ഇങ്ങനൊരു ആംബിയൻസ് ഒന്നുമുള്ള റെസ്റ്റോറൻറ്റ് ഇല്ല. നമ്മുടെ കിളിമാനൂരുള്ള വഴിയോരക്കടയുടെ തന്നെയാണ് ഇതും. വഴിയോരക്കടയുടെ ഓണേഴ്സ് തന്നെയാണ് ഇതും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ഇപ്പം വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ പറയുന്ന കേട്ട് ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അപ്പുറത്തെ സൈഡിലോട്ട് നോൺ വെജും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെ ചെറിയ രീതിയിലുള്ള ഫംഗ്ഷനൊക്കെ നടക്കാറുണ്ട്. 300 പേരിൽ താഴെയുള്ള ഫംഗ്ഷൻസൊക്കെ ഇവിടെ വെച്ച് നടത്താമെന്നാണ് അവർ പറഞ്ഞത്. ബർത്ത്ഡേ പാർട്ടികളൊക്കെ ഓൾറെഡി ആൾക്കാർ ഇപ്പോഴും തന്നെ നടത്തുന്നുണ്ട്. എന്തായാലും അടിപൊളി സ്ഥലം. പൊന്നൂട്ടിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ തോന്നിയില്ല. പൊന്നൂട്ടി പറഞ്ഞാൽ നമ്മൾ ഇത് പാർക്കാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, പുല്ലൊക്കെ വെച്ചിട്ട് ചെറിയ കുടില് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ സ്കൂള് ഓപ്പൺ ആയിട്ട് 2-3 ദിവസം കഴിഞ്ഞു. എനിക്ക് അന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഇങ്ങനൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും പൊന്നൂട്ടിക്ക് വയ്യാണ്ടായി. പൊന്നൂട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ, രാവിലെയൊക്കെ കുളിക്കുന്ന ദിവസങ്ങളിൽ പൊന്നൂട്ടിക്ക് വലിയ പ്രശ്നമാണ്. പൊന്നൂട്ടിക്ക് 1-2 പനിയും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പൊന്നൂട്ടിക്ക് വന്ന് അതിൻ്റെ പുറയായിരുന്നു. പൊന്നൂട്ടിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൾ അടുത്ത് തന്നെ ഞാൻ ഇരിക്കണം. അപ്പോഴും പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് പൊന്നൂട്ടി സ്കൂളിൽ പോകണില്ല. അതുകൊണ്ടാണ് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ അന്ന്
വൈകിട്ട് തന്നെ പൊന്നൂട്ടി സ്കൂളിൽ പോകണത് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പറ്റിയില്ല. ഇന്നാണ് എനിക്കിന്ന് സമയം കിട്ടിയത്. അപ്പോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, നല്ല അടിപൊളി സ്ഥലമായിരുന്നു, നല്ല അടിപൊളി ആംബിയൻസ്, അടിപൊളി ഫുഡ്. ഇനിയിപ്പോൾ ഏട്ടനും ഉണ്ണുകൊണ്ടൊക്കെ വരുമ്പോൾ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായാലും വിളിച്ചുകൊണ്ട് വരണമെന്നാണ് വിചാരിക്കുന്നത്. വിളിച്ചുകൊണ്ട് വരാൻ വലിയ ദൂരമൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ ഇവിടെ വരാനായിട്ട്. നൈറ്റൊക്കെ വന്ന് ഇവിടെയൊക്കെ വന്നിരുന്ന് ഒരു കോഫിയൊക്കെ കുടിക്കാൻ നല്ല അടിപൊളി വൈബായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.